മേഘ, നേതാക്കൾക്കെതിരെ അണികൾ തിരിയുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടത്ത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുകയാണ്. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വരട്ടെ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുളത്തൂർ സഖാക്കൾ എന്നുള്ള പേരിലാണ് ഈ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് പറയും. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? ശരിക്കും പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നതിന് മുൻപ്, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് പ്രധാനമായും കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന വിലയിരുത്തലിലെല്ലാം തന്നെ അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിക്കില്ല എന്നൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയൊരു കൊള്ളയുടെ മറവിൽ കേൾക്കുന്നൊരു പേര്, അത് LDFന്റെ ബാനറിൽ മത്സരിക്കുന്നു, അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സഖാക്കളിൽ, അണികളിൽ ഒരു പ്രശ്നമുണ്ടാകാം. പക്ഷെ അവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അലിഞ്ഞു പോയേനെ. പക്ഷെ അവിടെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല, അവിടെ വിജയിച്ചത് ഒരു BJP കാൻഡിഡേറ്റ് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ജയിച്ചിട്ടുള്ള 3 BJP കാൻഡിഡേറ്റ്സിൻ്റെയും ആ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവിടെയെല്ലാം 2ാം സ്ഥാനത്തുള്ളത് ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ്സ് ആണ്. അതെല്ലാം ഇടതുപക്ഷത്തിന്റെ മണ്ണായിരുന്നു, ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. അതെല്ലാം BJPയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും BJPക്ക് വളരാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ള ചോദ്യം വരും. അങ്ങനെയുള്ളൊരു വാദം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും കഴക്കൂട്ടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് BJP ജയിക്കാനുള്ള കാരണം കടകംപള്ളി സുരേന്ദ്രനാണ്, ആ വ്യക്തിയാണ് എന്നുള്ളൊരു വാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നുവെങ്കിൽ കൃത്യമായി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ആദ്യം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും പാർട്ടി ഒന്ന് തള്ളിപ്പറയൂ. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ പത്മകുമാറിന്റെ കാര്യം, അതുപോലെ തന്നെ വാസുവിന്റെ കാര്യം, ഇവരെയെല്ലാം പാർട്ടി തള്ളിയിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഒരു പരിധി വരെ ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് വ്യക്തി കേന്ദ്രീകൃതമായി സംഭവിച്ചൊരു കാര്യമാണ്, പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല, സർക്കാരിന് ഇതിൽ ബന്ധമില്ല എന്നൊരു വാദം അവർക്ക് ഉയർത്താൻ കഴിയുമായിരുന്നു. അവരത് ചെയ്യാത്തിടത്തോളം കാലം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇടതുപക്ഷ സർക്കാർ നടത്തിയതാണെന്നോ അവരുടെ അറിവോടുകൂടി നടത്തിയതാണെന്നുള്ള ഒരു എന്താ പറയുക, എൻ്റെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടാം, നാളെ അറസ്റ്റ് ചെയ്യപ്പെടും, മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ പാർട്ടി അദ്ദേഹത്തെ ഈ പറഞ്ഞ വലിയ പദവികളിൽ നിന്നും പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. അത് തന്നെയാണ് വലിയൊരു തോൽവിയിലേക്ക് അവരെ നയിക്കാൻ ഒരു കാരണമായത്. മേഘ, ഇതേ ഫ്ലെക്സിലെ തന്നെ മറ്റൊരു വാചകമുണ്ട്. ഇവിടെ പാർട്ടിയാണ് വേണ്ടത്, വ്യക്തികളല്ല. നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ പുറത്തുള്ള ഒരു വ്യക്തികൾക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായ സംശയമാണ്, വ്യക്തി അധിഷ്ഠിതമായി പാർട്ടി മാറിയിട്ടുണ്ട്. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടേതായിട്ടുള്ള ചില നിലപാടുകളുണ്ടായിരുന്നു. നിലപാടുകളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ വ്യക്തികളിൽ അധിഷ്ഠിതമായിട്ടാണ് പാർട്ടി പോകുന്നത് എന്നല്ലേ ഈ ഫ്ലെക്സിലെ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ ആ വാചകം വായിക്കുകയാണ്. ഇവിടെ പാർട്ടിയാണ് വേണ്ടത്, വ്യക്തികളല്ല. നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ. ഇതും അതേ ഫ്ലെക്സിലെ തന്നെ വാചകങ്ങളാണ്. അതെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയെ ഭരിക്കുന്നത് ഒരു കോക്കസ് ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇടതുപക്ഷത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു കോക്കസ് ഗ്രൂപ്പാണ്. അത് ഞാനും ഒപ്പനും സുഭദ്ര എന്നൊക്കെ പറയുന്നത് പോലെ 2-3 പേരടങ്ങുന്ന ആ ഒരു കോക്കസ് ഗ്രൂപ്പിനുള്ളിൽ കാര്യങ്ങൾ, ഈ നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അതിനുള്ളിലേക്കാണ് കാര്യങ്ങൾ ചുരുങ്ങുന്നത്. ഇപ്പോൾ പിണറായി സഖാവ് പറയുന്നു, MV ഗോവിന്ദൻ പറയുന്നു, അതുപോലുള്ള കുറച്ച് നേതാക്കൾ പറയുന്നു, ഇവർ പറയുന്നത് കേൾക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള മത്സരിക്കുന്നു. PK ശ്യാമള മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ, നേതാക്കൾ, അണികൾ എല്ലാവരും തന്നെ പറയുകയാണ് പാർട്ടി വിട്ടു പോകാൻ തന്നെ കാരണം. അതെ, ഇത് ശരിയല്ല, ഭാര്യയെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഉന്നയിക്കുന്നു. അതെ, അതിൽ നിന്ന് പിന്മാറാൻ ഇവർ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഇവരുടെ പതനം ആരംഭിക്കുന്നത്. ഇപ്പോൾ അവർ പാർട്ടിയിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ട്, പാർട്ടിയിൽ ഇത്തരത്തിലൊരു സംസാരമുണ്ട്, ഈ സ്ഥാനാർത്ഥിത്വത്തിൽ അവർക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അവിടെയാണ് ഈ പതനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാൻഡ് നിൽക്കുകയാണ്.
അതാണ് ഈ കോക്കസ് ഗ്രൂപ്പിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതം തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കുന്നു, അവർ ഒരു കാര്യത്തിലേക്ക് തന്നെ പിടിച്ചു നിൽക്കുന്നു. അതിൽ ജനപിന്തുണയുണ്ടോ അറിയേണ്ട കാര്യമില്ല, അണികളുടെ പിന്തുണയുണ്ടോ അറിയേണ്ട കാര്യമില്ല, പ്രവർത്തകരുടെ പിന്തുണയുണ്ടോ ഇല്ല അറിയണ്ട, നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ അതും അറിയണ്ട. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം, ആദ്യം 5 വർഷം പോട്ടെ, അതിനുശേഷമുള്ള 5 വർഷത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും എപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേതാക്കൾക്കെതിരെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ അവർക്ക് ഉത്തരം പറയാനൊരു ഒരു വിമുഖതയുണ്ട്. ഉത്തരം പറയേണ്ട കാര്യമില്ല, അതങ്ങ് പോകട്ടെ, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിണറായി ശരിക്കും ചോദ്യത്തെ ഭയന്നിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ശരിക്കും ചോദ്യങ്ങളെ ഭയന്നിരുന്നു. അതായത് ഇപ്പോൾ ഒരിടക്കാലം കൊണ്ട് പാർട്ടി എന്ന് പറയുന്നത് പിണറായി മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പിണറായി ചോദ്യങ്ങൾക്കെതിരെ കാണിക്കുന്ന വിമുഖത അത് ചോദ്യങ്ങളുള്ള ഭയമല്ലേ? പിണറായി മാത്രമല്ല, ഈ പറഞ്ഞ കോക്കസ് ഗ്രൂപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനും ഒപ്പനും സുഭദ്രയും തന്നെ തീരുമാനിക്കും, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മലബാർ മേഖലയിലെ ഒരു ഈ പറഞ്ഞ CPM-ന്റെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, PK ശമളെ മത്സരിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല, പക്ഷേ തീരുമാനം എടുത്തു പോയല്ലോ, ഇനി ആ തീരുമാനം എങ്ങനെയാ മാറ്റുന്നത് എന്നുള്ളൊരു ലൈനിലാണ് ആ സ്ഥാനാർത്ഥിത്വം പിന്നീട് പിൻവലിക്കാതിരുന്നത്. പക്ഷേ അത് മലബാർ മേഖലയിൽ തന്നെ എത്ര വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ കഴക്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. കഴക്കൂട്ടം, നേമം പോലുള്ള മണ്ഡലങ്ങൾ BJP കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അവിടെ കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ചെറിയൊരു മാർജിനിലെങ്കിലും അവർക്ക് വിജയത്തിലേക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. BJPക്ക് ആ സീറ്റ് പോകുന്ന ഒരു കാര്യത്തിലേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 മണ്ഡലങ്ങളിലും LDFന്റെ സീറ്റ് BJP പിടിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉന്നയിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് സഖാക്കളുടെ പ്രതിഷേധമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്.